ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. കഴിഞ്ഞ ദിവസം കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂരിന് നൽകിയുണ്ടായി. നൽകിയത് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഇത് നൽകിക്കൊണ്ട് പറഞ്ഞ സമയത്ത് ശശി തരൂരിന്റെ പ്രശ്നം ഉയരക്കൂടുതലാണ് എന്ന് അദ്ദേഹം കമന്റ് ചെയ്തു. മാത്രമല്ല, മലയാളിക്ക് ശരാശരിക്കാരൻ മാത്രമാണ് അംഗീകരിക്കാൻ സാധിക്കാറുള്ളൂ, വെട്ടി നിരത്തുന്നതാണ് ശീലം. അങ്ങനെ കുറെ കമന്റ്സുകൾ, കുറെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി. പലപ്പോഴും അത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. ഈ കേരളത്തിന് ഇട്ടാവട്ടത്ത് മാത്രം രാഷ്ട്രീയം നടത്തുകയും ഇതര സംസ്ഥാനങ്ങളിലൊന്നും രാഷ്ട്രീയത്തിനും കൂടി പോകാത്ത പലരും ഇവിടെ ആരെങ്കിലും ഒന്ന് ഉയരുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്താണ് കൂടുതൽ അദ്ദേഹം പ്രവർത്തിച്ചതും. മാത്രമല്ല, അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിക്കുക മാത്രമല്ല, UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കുക കൂടി ചെയ്ത ലോകം അറിയപ്പെടുന്ന ഒരു നയതന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ പൊളിറ്റിക്സ് ചിലപ്പോൾ അറിയില്ലായിരിക്കും, എന്നാൽ ഒരു രാജ്യത്തിന് വേണ്ടുന്ന മാനവ വിഭവശേഷിയും മറ്റും രാഷ്ട്രീയമായും മറ്റുമൊക്കെ പ്രയോജനപ്പെടുത്താൻ മാത്രം കഴിവില്ലാത്ത ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും അദ്ദേഹം മത്സരിച്ചത്. തന്റെ അറിവും അനുഭവവും അത് മറ്റുള്ളവർക്ക് നൽകുന്നതിൽ അദ്ദേഹം പിശുക്ക് കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ അതാണ് കാണുന്നത്. നിലപാടുകളിൽ പലപ്പോഴും എല്ലാവരുടെ നിലപാടുകളും എല്ലാവർക്കും ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ രാജ്യത്തിനു വേണ്ടി മറ്റു രാഷ്ട്രങ്ങളിൽ പോയി വിശദീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വമേധയാ ഏറ്റെടുത്ത് അതിനപ്പുറത്തേക്ക് കടന്ന് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടുത്തെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിന് അവരുടെ അനുഭവങ്ങളും അറിവുകളും പങ്കുവെക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിലും എല്ലാവരും ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്. പാർട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിലെ പൗരന്മാരുടെ അവരുടേതായ സംഭാവനകൾ ആ രാജ്യത്തിന് ലഭിക്കുമ്പോഴാണ് സത്യത്തിൽ രാജ്യം അഭിവൃദ്ധിപ്പെടുക. അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരിനെയും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത് പാർട്ടി ആയാലും രാജ്യമായാലും സംസ്ഥാനമായാലും ഏതാണെങ്കിലും എല്ലാവർക്കും അതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.